14 പതിപ്പ് പുറത്തിറങ്ങിയ ഒരു പുസ്തകത്തിൽ ഭീമാബദ്ധങ്ങൾ, കോപ്പിയടികളും ഭീമാബദ്ധങ്ങളും നിലനിൽക്കുക. അതേ പുസ്തകത്തിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സാഹിത്യ അക്കാദമി അവാർഡ് കൊടുക്കുക. എന്നിട്ടിപ്പോൾ സാഹിത്യ അക്കാദമി സെക്രട്ടറി CPA ബൂക്കർ വന്നിട്ട് മാധ്യമങ്ങളോട് പറയുന്നത് എന്താണ്, അത് അപേക്ഷിച്ചിട്ടല്ല, ഞങ്ങൾ 11 പേർക്ക് അപേക്ഷിക്കാതെ തന്നെ അവാർഡ് കൊടുത്തതാണ്. യഥാർത്ഥത്തിൽ പ്രശ്നം അവാർഡ് കൊടുത്തോ എന്നുള്ളതല്ല, ഈ പുസ്തകം ഒരു തവണ പോലും ആ ജൂറി വായിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രശ്നം. അതിൽ ഏറ്റവും വലിയ ഭീമാബദ്ധമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, പൂക്കളുടെ പുസ്തകത്തെ പറ്റി പറയുമ്പോൾ അശോകവൃക്ഷത്തിൻ്റെ പൂക്കളെക്കുറിച്ച് അദ്ദേഹം വിശദമായിട്ട് എഴുതി. ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അതിൻ്റെ ഈ പറയുന്ന ഓഡിറ്റിംഗ് കണ്ടിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ പുഷ്പിക്കാത്ത അശോകവൃക്ഷം എന്താണ്, സുന്ദരിമാരുടെ പാദസ്പർശമേറ്റാൽ പുഷ്പിക്കാത്ത അശോകവൃക്ഷം ഉടനെ പൂത്തലയുമെന്ന് മാളവികാഗ്നിമിത്രത്തിൽ കാളിദാസൻ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നമ്മൾ മാളവികാഗ്നിമിത്രം ആണെന്ന് കരുതി താഴെ ഒരു സംസ്കൃത ശ്ലോകം കോട്ട് ചെയ്തിരിക്കുകയാണ്. അശോകവല്ലഭക്വാധ ശ്രതം ദുഗ്ധം സുശീതളം യഥാബലം പിബേത് പ്രാത ത്രിവാസ്രദർനാശനം ചക്രദന്തം. ഇതൊരു ശ്ലോകം. അശോകശീതളസ്തിക്തോഗ്രാഹി വർണ്യകഷായക ദോഷാപചി തൃഷാദാഹ കൃമി ശോഷ വിഷാസ്രജിത്ത്. സ്കൂളിൽ സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. സംസ്കൃത വാർത്ത കേട്ടിട്ടുണ്ട്. ഇതിലെന്താ പ്രശ്നം എന്നറിയാമോ? ഇതിപ്പോൾ മാളവികാഗ്നിമിത്രമാണെന്ന് കരുതി ഈ പുസ്തകം എഴുതിയാൽ സ്വരാജ് ഇതെവിടെ നിന്നോ കോട്ട് ചെയ്യുകയാണ്. ഇത് വായിക്കുന്ന അല്പം സംസ്കൃതവും മലയാളമൊക്കെ അറിയാവുന്ന ആൾക്ക് ഈ മാളവികാഗ്നിമിത്രം അല്ല നമ്മൾ മനസ്സിലാവും. മാളവികാഗ്നിമിത്രമല്ല എന്ന് മനസ്സിലാവും. അടിയിൽ മാളവികാഗ്നിമിത്രം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെവിടെ നിന്നാണ് ഇത് കോപ്പി അടിച്ചതെന്നാണ് ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന സുഹൃത്ത് അന്വേഷിക്കുന്നത്. കൃഷ്ണകുമാർ തപ്പിച്ചെല്ലുമ്പോൾ കാണുന്നതാണ് അശോകപുഷ്പത്തെക്കുറിച്ചുള്ള വിക്കിപീഡിയയുടെ മലയാളം പേജിൽ ഒരു റെഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ത്രിവാസ്രദർനാശനം ചക്രദന്തം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. ചക്രദത്തം എന്ന് പേരുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഈ ആയുർവേദ മരുന്നുകളെ പറ്റിയുള്ളൊരു സംസ്കൃത ഗ്രന്ഥമാണ്. അപ്പോൾ അത് കൊടുത്തത് അത് മാളവികാഗ്നിമിത്രമാണ് തെറ്റിദ്ധരിച്ച് സ്വരാജ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുകയാണ്. അതിന് ഒന്ന് സ്വരാജിന് സംസ്കൃതം അറിയില്ല, ഒന്നാം റെഫറൻസ് എന്താണ് കൊടുത്തതെന്ന് അറിയില്ല, അദ്ദേഹം മാളവികാഗ്നിമിത്രം വായിച്ചിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത് വിക്കിപീഡിയ പോലുള്ള സോഴ്സുകൾ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ ഈ പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ അശോകവല്ലഭക്വാദശ്രുതം ദുഗ്ധം, അതായത് സുശീതളം തണുത്ത പാലിൽ അശോകവൃക്ഷത്തിൻ്റെ തൊലി അല്ലെങ്കിൽ പൂവൊക്കെ ഇട്ട് കഴിച്ചാൽ യഥാബലം പിബേത് പ്രാത, രാവിലെ കഴിച്ചാൽ ത്രിവാസ്രദർനാശനം. അപ്പോൾ ഏതൊക്കെയോ അസുഖങ്ങളുള്ള മരുന്നാണിത്. താഴെ പറയുന്ന അശോകശീതളസ്തിക്തോഗ്രാഹി, അതിൻ്റെ തൊലിക്ക് എന്താണ്, അത് തണുപ്പുള്ളതാണ്. ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല കേട്ടോ. ഞാനൊരു ആയുർവേദ ഡോക്ടർ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്തായ ആയുർവേദ ഡോക്ടർ ഇത് എന്താർത്ഥം എന്ന് ചോദിച്ച് മനസ്സിലാക്കിയതാണ്. എനിക്കിതറിയില്ല. അശോകശീതളസ്തിക്തോഗ്രാഹി വർണ്ണ്യ കഷായക എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, കഷായം വെച്ച് കുടിക്കുന്ന കാര്യമാണ് പറയുന്നത്. ദോഷപചി തൃഹ ദാഹ കൃമി ശോഷ വിഷാസ്രജിത്ത്, അതായത് പലതരത്തിലുള്ള അസുഖങ്ങൾ, ദാഹം അങ്ങനെയുള്ള പല അസുഖങ്ങൾക്കും കൃമിശല്യത്തിനൊക്കെ നല്ലതാണെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഷായ കുറിപ്പിടി മാളവികാഗ്നിമിത്രമാണെന്ന് കോപ്പി അടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അറിവില്ലാത്തൊരു കാര്യം ഇത് മാത്രമല്ല, ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കിയാൽ വൻമതിൽ കാണാൻ കഴിയും അത്രേ. ഈ അത്രേ എന്ന് പറയുന്നത് മാധ്യമങ്ങളെ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, സൈബർ കടന്നലുകൾ. ആ അത്രേ വെച്ചിട്ട് അദ്ദേഹം പറയാണ് ചന്ദ്രനിൽ നോക്കിയാൽ ഇത് കാണാൻ കഴിയും എന്ന് പറയുന്നു. സത്യാനന്തരം കൂടി ചേർത്ത് വായിക്കണം. അപ്പോൾ എന്താണ്, ശ്രീലങ്കയിലെ ഒരു LTT ഫൈറ്ററുടെ പേര് പറയുമ്പോൾ സുരേഷ് ഏലിയാസ് എന്നൊക്കെ പറയുന്നു. അതെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ധാരാളമായി കളിയാക്കപ്പെടുന്ന മാധ്യമങ്ങൾ കളിയാക്കപ്പെടുന്ന സാധനമാണ് ഈ ഏലിയാസ്. അതായത് വേറെ ഏതെങ്കിലും ഇംഗ്ലീഷ് കോപ്പിയിൽ നിന്ന് ഇപ്പോൾ സുന്ദരൻ എന്ന ശംഭൂകൻ എന്ന് പറയുന്നത് സുന്ദരൻ എലിയാസ് ശംഭൂകൻ എന്ന് പറയുന്നത് ഏലിയാസ് എന്നുള്ള പേരാണെന്ന് കരുതി മാധ്യമങ്ങൾ പലവട്ടം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് സ്ഥിരം പറ്റാറുള്ള തെറ്റാണ്. ഈ മാധ്യമങ്ങളെ നിരന്തരം വിമർശിക്കുന്ന ഒരാളാണ് സത്യാനന്തരം എന്ന പരിപാടിയിലൂടെ ഈ അബദ്ധം കാണിച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്തിനാണ് ഇത് ചെയ്യുന്നത്? സ്വന്തം അറിവില്ലാത്ത മേഖലകളിൽ നിന്ന് നമ്മൾ ആധികാരികമായി വിവരങ്ങളെടുത്ത് കുറഞ്ഞ പക്ഷേ അതിന് റെഫറൻസ് കൊടുക്കുക. ഞാൻ ഇന്ന സ്ഥലത്താണ്, വിക്കിപീഡിയയിൽ നിന്നാണ് ഇത് മോഷ്ടിച്ചത്, അല്ലെങ്കിൽ വിക്കിപീഡിയയിൽ നിന്നാണ് ഇത് കോപ്പി ചെയ്തത് എന്നവിടെ പറയാം സത്യസന്ധമായി. കഷായക്കുറിപ്പിടിക്ക് മാളവികാഗ്നിമിത്രം എന്ന റെഫറൻസ് കൊടുത്തുകൊണ്ട് ഇത് എഴുതുമ്പോൾ എന്തുമാത്രം ബുദ്ധിരാഹിത്യമാണ് അത്. എൻ്റെ പ്രശ്നം അതല്ല. ഇപ്പോൾ സ്വരാജിനെ പറ്റി പുറത്തേക്കുള്ള ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ ബുദ്ധിമാനായ പരന്ന വായനയുള്ള ബുദ്ധിമാനായ ഒരാളായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ തോന്നുക. ഇത് വായിക്കുമ്പോൾ എന്താണ് തോന്നുക? ബുദ്ധിശൂന്യനായ, വിവരദോഷിയായ, ഒരു വായനയും ഇല്ലാത്ത ഒരാൾ എഴുതിയ പുസ്തകമാതിരിയാണ് അത് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇതിലേതാണ് യഥാർത്ഥ സ്വരാജ് എന്നുള്ളതാണ് ചോദ്യം. അത് ഓഡിറ്റ് ചെയ്യപ്പെടുക. ഇവിടെ സ്വരാജ് മാത്രമല്ല ഓഡിറ്റ് ചെയ്യപ്പെടുക. ഈ പുസ്തകം വായിക്കാതെ, ഏതെങ്കിലും ഒരു ജൂറി അംഗം വായിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ മനസ്സിലാവുമല്ലോ. ഈ പുസ്തകം വായിക്കാതെ
അദ്ദേഹം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ കൺസലേഷൻ പ്രൈസായിട്ട് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുകയാണ്, ഒരു പ്രോത്സാഹന സമ്മാനം പോലെ. ആ അവാർഡ് കൊടുക്കുന്ന ജൂറി ഇതിന് മറുപടി പറയുന്നുണ്ട്, സാഹിത്യ അക്കാദമി മറുപടി പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ സാഹിത്യ മൂല്യം എന്താണ് അർത്ഥത്തിൽ? ഞാനിത് വായിച്ചിട്ടില്ല, എനിക്കറിയില്ല, ചിലപ്പോൾ സാഹിത്യ മൂല്യം ഉള്ളതായിരിക്കാം. ഏത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്നുള്ള ക്വസ്റ്റിന് സാഹിത്യ അക്കാദമി മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ ആ പുരസ്കാരം വേണ്ട എന്ന് സ്വരാജ് തീരുമാനിച്ച് വളരെ നന്നായി. കാരണം ആ പുരസ്കാരം സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിൽ കൂടുതലായി സൈബർ ആക്രമണം അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുമായിരുന്നു. ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത് സ്വരാജ് അങ്ങനെ ഒരു ബുദ്ധിശൂന്യനായ മനുഷ്യനാണെന്നല്ല. പക്ഷേ ഇത് എന്തിനാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ അബദ്ധം പറ്റി എന്നത് അദ്ദേഹം വിശദീകരിക്കേണ്ടതാണ്. കാരണം ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ, പോളിംഗ് കഴിഞ്ഞ ഉടനെ ഒരു ചാനലിനോട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ വിഷയം ചോദിക്കുന്നുണ്ട്. ഇത് മുമ്പേ ഉണ്ടായിരുന്നു, ഇലക്ഷൻ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് മലിന മനസ്കരായ ആളുകളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അതായത് അദ്ദേഹം വിവരദോഷം പുസ്തകത്തിൽ എഴുതി വെച്ചു, അത് ആളുകൾ എടുത്ത് ഓഡിറ്റ് ചെയ്യുമ്പോൾ അവർ മലിന മനസ്കരാണെന്ന് പറയുക. അത് വിശദീകരിക്കണം അദ്ദേഹം. ഒന്നുകിൽ പറയണം എനിക്ക് തെറ്റുപറ്റിയതാണ്, ഞാൻ തിരക്കിനിടയിൽ ആ സോഴ്സുകൾ കാര്യമായി ശ്രദ്ധിക്കാതെ ഒരു പുസ്തകം എഴുതി, ഈ പുസ്തകം മോശമാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല കേട്ടോ, ഇത് വായനാക്ഷമമല്ലെന്നോ അവാർഡ് കിട്ടാൻ പറ്റില്ല എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല, ഞാൻ വായിച്ചിട്ടില്ല. അത് ഈ വായിച്ച പേജുകൾ വെച്ച് നോക്കുമ്പോൾ പോലും അദ്ദേഹം നന്നായിട്ട് എഴുതിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറ്റിയ തെറ്റ് അദ്ദേഹം ഏറ്റു പറയണം, എനിക്ക് തിരക്കിനിടയിൽ സംഭവിച്ച പിഴവുകളാണ്, അടുത്ത പതിപ്പിൽ തിരുത്താം, 14 പതിപ്പ് ഇറങ്ങിക്കഴിഞ്ഞു, ഇനി അടുത്ത പതിപ്പിൽ തിരുത്താം എന്ന് പറഞ്ഞാൽ തീർന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അത് അദ്ദേഹം അങ്ങനെ വിമർശിക്കുന്നവരെ മലിന മനസ്കർ എന്ന് ആക്ഷേപിക്കുകയാണ്. അത് ബൗദ്ധികമായ സത്യസന്ധതയല്ല.